പാകിസ്ഥാനെതിരെ കടുത്ത നടപടിയുമായി ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. അട്ടാരിയിലെ അതിർത്തി അടയ്ക്കാനും പാക് പൗരന്മാർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്താനും തീരുമാനിച്ചു. സാസ് ഉടമ്പടി പ്രകാരം നൽകിയ വിസ റദ്ദാക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗത്തിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ നിർണായക നീക്കങ്ങൾ പ്രഖ്യാപിച്ചത്. അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരണം 26 സ്ഥിരീകരിച്ചു. 25 ഇന്ത്യക്കാരനും ഒരു നേപ്പാൾ സ്വദേശിയുമാണ് മരിച്ചത്. വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം കേൾക്കാം ആദ്യം. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. 2. The integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. 3. Pakistani nationals will not be permitted to travel to India under the SAARC visa exemption scheme visas. Any SVES visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under SVES visa has 48 hours to leave India. 4. The Defence, Military, Naval and Air Advisors in the Pakistani High Commission in New Delhi are declared persona non grata. They have a week to leave India. India will be withdrawing its own Defence, Navy and Air Advisors from the Indian High Commission in Islamabad. These posts in the respective High Commissions are deemed annulled. 5 support staff of the service advisors will also be withdrawn from both High Commissions. 5. The overall strength of the High Commissions will be brought down to 30 from the present 55 through further reductions to be effected by 1st May 2025. The CCS reviewed the overall security situation and directed all forces to maintain high vigil. It resolved that the perpetrators of this attack will be brought to justice and their sponsors held to account. As with the recent extradition of Tahawur Rana, India will be unrelenting in the pursuit of those who have committed acts of terror or conspired to make them possible. ഇന്ത്യ എടുക്കുന്ന നിർണായക തീരുമാനങ്ങൾ വിശദീകരിക്കാൻ പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം പ്രഹരമേൽപ്പിക്കുന്നതാണ് നയതന്ത്ര തലത്തിലുള്ള ഈ തീരുമാനങ്ങൾ? പ്രജീഷ്, ഇന്ത്യ ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ആദ്യത്തെ നടപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഏകദേശം 2.5 മണിക്കൂർ വരെ നീണ്ട മന്ത്രിസഭാ ഉപസമിതി യോഗം, സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷമാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 1960 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട ഈ കരാർ ഇപ്പോൾ മരവിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് വന്നിരിക്കുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന 3 നദികൾ, അതായത് ജേലം, ചേനാബ് തുടങ്ങിയ 3 നദികളിൽ നിന്നുള്ള വെള്ളം അത് പാകിസ്ഥാനിലേക്കുള്ള ഒരു ജലമൊഴുക്ക് തടയാൻ പോകുന്ന വിധം അല്ലെങ്കിൽ ഇന്ത്യക്ക് സാധിക്കുന്ന വിധമാണ് ഇപ്പോൾ ഈ മരവിപ്പിക്കൽ വരുന്നത്. അണകെട്ടിയും മറ്റും ഇത് തടയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ വരൾച്ചയായിരിക്കും ഫലം എന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് വ്യാപാര രംഗവുമായി ബന്ധപ്പെട്ടാണ്. അട്ടാരിയിലെ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതുവഴി കടന്നു പോയവർ മെയ് 1 മടങ്ങി വരണം എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. നേരത്തെ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വ്യാപാരം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അട്ടാരിയിലുള്ളത്. ഏതായാലും കൂടുതൽ നിയന്ത്രണങ്ങൾ വരുന്നതോടുകൂടി വ്യാപാര രംഗത്തും കടുത്ത നടപടിയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. മറ്റൊന്ന്, നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പ്രതിരോധ രംഗത്തുള്ള അഡ്വൈസർമാർ, ഉപദേഷ്ടാക്കൾ അല്ലെങ്കിൽ അറ്റാഷേമാർ എന്ന് പറയുന്ന നേവിയുടെയും വ്യോമസേനയുടെയും ഡിഫൻസിൻ്റെയും അഡ്വൈസർമാരെ പിൻവലിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലുള്ള ഈ ഉപദേഷ്ടാക്കളെ
പേഴ്സണൽ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവർക്കുള്ള 5 സഹായികളെയും ഇന്ത്യ പിൻവലിക്കുന്നു. ഇവിടെ ഉള്ള 5 പേരും പുറത്തു പോകാനും തീരുമാനമായിട്ടുണ്ട്. അതേസമയം ഹൈക്കമ്മീഷനിലെ നയതന്ത്രജ്ഞരുടെ എണ്ണവും 55-ൽ നിന്ന് 30 കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും അതിനനുസരിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരുമ്പോൾ ഇതിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടി പ്രഹരം എന്ന നിലയ്ക്ക് വരുന്ന കാര്യങ്ങൾ ഈ നദീജല കരാറുമായി ബന്ധപ്പെട്ട പ്രഥമ ദൃഷ്ടിയെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം നേരത്തെ ഈ രംഗത്തുണ്ടായിരുന്ന സൈനികരുടെയൊക്കെ തന്നെ മുൻ സൈനികരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ കേട്ടു. നയതന്ത്ര തലത്തിലുള്ള പഴയ ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രതികരണങ്ങൾ വരുമ്പോൾ അങ്ങനെ ആണ് ഇതൊരു ശക്തമായ തിരിച്ചടി എന്നവരൊക്കെ വിലയിരുത്തുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പതിറ്റാണ്ടുകൾ നീണ്ട കരാറിൽ നിന്നുള്ള ഒരു മരവിപ്പ് അത് എത്രത്തോളം പാകിസ്ഥാന് ഇത്തരം കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു താക്കീതാണ്? പ്രതീക്ഷ 1960-ലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ കരാർ ഒപ്പിടുന്നത്. കറാച്ചിയിൽ വെച്ചായിരുന്നു ഈ കരാർ ഒപ്പിട്ടിരുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് നേരത്തെ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്ന സിന്ധു നദീജല കരാർ, ഇതിൽ 6 നദികളുടെ ചേർന്നൊഴുകുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന സിന്ധു, ചെനാബ്, ജേലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ഇവ ഇന്ത്യയിലൂടെ ഒഴുകിയാണ് പാകിസ്ഥാനിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഇന്ത്യക്ക് അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ഈ നദിയിലെ 20% ജലം മാത്രമാണ് ഇന്ത്യക്ക് അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നത്. ബാക്കി 80% പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ ഒരു ഭയത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അതായത് 1948-ൽ ഈ ജലമൊഴുക്ക് ഇന്ത്യ തടഞ്ഞിരുന്നു. അതിനുശേഷമാണ് വലിയ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഏതെങ്കിലും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇന്ത്യ ഈ ജലമൊഴുക്ക് തടയുമോ എന്നുള്ളൊരു ഭയത്തിൽ നിന്നാണ് ഈ ഒരു നദീജല കരാർ ഉണ്ടാകുന്നത് തന്നെ. അതായത് ഇന്ത്യക്ക് ഇവയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20% ജലം മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. 2 യുദ്ധങ്ങൾ നടന്ന സമയത്ത് പോലും നമ്മൾ ഈ നദീജല കരാറിൽ നിന്നും പിൻവാങ്ങാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ റദ്ദാക്കാനോ ഇന്ത്യ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ പുൽവാമ നടന്നപ്പോൾ പോലും ഈ നദീജല കരാറുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും ഇന്ത്യ സ്വീകരിച്ചിരുന്നില്ല. വലിയ തോതിൽ വിദേശ രംഗത്ത് അല്ലെങ്കിൽ വിദേശ വക്താക്കൾ നയതന്ത്ര രംഗത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവർ, ജോലി ചെയ്തിരുന്നവരൊക്കെ തന്നെ ഒരു ക്രിട്ടിക്കൽ ഒരു നടപടി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു വളരെ നിർണായകമായ ഒരു നിലപാടെന്നുള്ള നിലയ്ക്ക് ഈ നദീജല കരാറിൽ നിന്നും പിന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം ഉയർന്നപ്പോൾ പോലും ഇന്ത്യ അതിൽ നിന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല നിരവധി ജലസേചന പദ്ധതികൾ ഇന്ത്യ അവിടെ നടപ്പാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഹൈഡ്രോ പ്രോജക്റ്റ്, വൈദ്യുതി ഉൽപ്പാദന പദ്ധതികൾ, കിഷൻ ഗംഗ, റാറ്റിൽ തുടങ്ങിയ പദ്ധതികളൊക്കെ തന്നെ ഇന്ത്യ ഈ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയിൽ ഇന്ത്യ തയ്യാറാക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തെങ്കിലും പാകിസ്ഥാൻ വലിയ എതിർപ്പാണ് ഈ രംഗത്ത് വന്നത്. ഈ കരാർ മരവിപ്പിക്കുമ്പോൾ വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് ഇന്ത്യക്ക് വേണമെങ്കിൽ ഈ പദ്ധതികൾ വീണ്ടും ആരംഭിച്ചുകൊണ്ട് അണക്കെട്ട് കെട്ടിയോ മറ്റൊക്കെ തടയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പാകിസ്ഥാനിൽ ഒരു വരൾച്ചയായിരിക്കും ഫലം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലുള്ളൊരു വിഷയം, ഇന്ത്യയാണ് അതിലൊരു റൈപ്പറിൻ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. അത് നദീതീരത്തുള്ളൊരു ഒരു രാജ്യം ഇന്ത്യയാണ്. മറ്റൊന്ന് ഇതിൻ്റെ അപ്പർ റൈപ്പറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടിബറ്റാണ്. ടിബറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ചൈനയ്ക്ക് വേണമെങ്കിൽ ഇതിലൊരു നിയമപരമായ തടസ്സം കൊണ്ടുവരാൻ കഴിയും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് വഴിവെക്കാനും സാധ്യതയുള്ള ഒരു വിഷയമായി മാറുകയാണ് എന്ന് വേണമെങ്കിൽ പഞ്ചാബിലെ സിന്ധുവിലൊക്കെ ഇത് ഇപ്പോൾ റാബി കൃഷി വിളവെടുപ്പിന്റെ കാലമാണല്ലോ. ഈ ഗോതമ്പ്, ഉരുളക്കിഴങ്ങ്, മറ്റേ കരിമ്പ്, കടുകെല്ലാം വരളുന്ന ഒരവസ്ഥയിലേക്ക്, അങ്ങനെ ഒരു കാർഷികമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് സമ്പദ്ഘടനയുമായിട്ട് ബന്ധപ്പെട്ടും ജീവൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ളൊരു യഥാർത്ഥ തിരിച്ചടിയിലേക്ക് പോകും. ഈ വരൾച്ചയ്ക്ക് പിന്നാലെ മഴ പെയ്യുമ്പോഴൊക്കെ തന്നെ പിന്നീട് വെള്ളം തുറന്നു വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കാം അങ്ങനെയൊക്കെ നോക്കുമ്പോഴുണ്ടാകുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ എടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ്, തീരുമാനത്തിൻ്റെ ഇമ്പാക്റ്റ്? ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് ബാധിക്കുന്നത് പാകിസ്ഥാനെയാണ്. അവരുടെ കൃഷി അടക്കമുള്ള വിഷയങ്ങളെ ബാധിക്കുന്നുണ്ട്. നമുക്കൊരു കമ്മീഷനുണ്ട്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഇൻഡസ് വാട്ടർ കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് വലിയ ശക്തമായി തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ വളരെ സുഗമമായി പ്രവർത്തിക്കുന്ന ഒരു നദീജല കരാറാണിത്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട്, ഉദാഹരണമായിട്ട് ലോകത്തിന് വേണമെങ്കിൽ എടുക്കാൻ കഴിയുന്ന ഒരു കരാറാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള കരാർ പോലും ഒരുപക്ഷെ അമേരിക്കയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ പലപ്പോഴും അത് പ്രശ്നങ്ങൾക്കും തടസ്സപ്പെടുത്തലിനും
ഒക്കെ വഴിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അല്ലെങ്കിൽ ഈ സിന്ധു നദീജല കരാർ വലിയ തോതിൽ ഇപ്പോഴും ഒരു തടസ്സവും കൂടാതെ പോയിക്കൊണ്ടിരുന്നതാണ്. നൂറ്റാണ്ടുകൾ അത് അങ്ങനെ തന്നെ നിന്നു. പക്ഷേ ഇപ്പോൾ അത് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പാകിസ്ഥാനെ അത് ചെറിയ തോതിലൊന്നും ആയിരിക്കില്ല അത് ബാധിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.